നന്മയുടെയും തിന്മയുടെയും മാലാഖമാർ തമ്മിൽ ഒരിക്കൽ തർക്കത്തിലായി. തർക്കവിഷയം ഒരു മയ്യത്തിൻ്റെ വിധിയെ ചൊല്ലിയായിരുന്നു. ജീവിതത്തിൽ 99ഓളം കൊലപാതകങ്ങൾ അയാൾ ചെയ്തിരുന്നു. ഒടുവിൽ ഹൃദയനൊമ്പരത്താൽ അയാൾ തൻ്റെ പാപമോചനത്തിനായി അലഞ്ഞു. അദ്ദേഹം ഒരു പണ്ഡിതനെ സമീപിച്ച് കാര്യം ബോധിപ്പിച്ചു. പണ്ഡിതൻ്റെ മറുപടി തന്നെ നിരാശനാക്കിയതിനാൽ അയാൾ കോപാഗ്നിയിൽ തൻ്റെ 100ാമത്തെ കൊലയും തികച്ചു. നീറിയ നെഞ്ചുമായി അയാൾ വീണ്ടും അലഞ്ഞു നടന്നു. ഒടുവിൽ മറ്റൊരാളെ സമീപിക്കുകയും ചെയ്തു. വിശാലമായ കാരുണ്യത്തെപ്പറ്റിയുള്ള തൻ്റെ റബ്ബിൻ്റെ വാക്കുകൾ അയാൾ അദ്ദേഹത്തെ ഉണർത്തി. കൂടാതെ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് അണയാനും അദ്ദേഹം കൽപ്പിച്ചിരുന്നു. അത് കേട്ട പാപിയായ മനുഷ്യൻ സന്തോഷത്തോടെ യാത്രയായി. എന്നാൽ പകുതി ദൂരം താണ്ടിയപ്പോൾ മരണം അയാളെ പിടികൂടി. അങ്ങനെ ആ തർക്കത്തിൽ ഒരു മലക്ക് മധ്യസ്ഥത വഹിച്ചു. പരിഹാരമായി അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം അളക്കാൻ ആ മലക്ക് ഉത്തരവിട്ടു. കണക്കെടുപ്പിനൊടുവിൽ അയാളുടെ സഞ്ചാര ദൂരം നന്മയുടെ നാടിനോടെടുത്തതായി കാണപ്പെട്ടു. ഉടൻ സന്തോഷത്തോടെ ആ മലക്ക് നന്മയുടെ മാലാഖമാരോട് പറഞ്ഞു, അല്ലയോ റഹ്മത്തിൻ്റെ മാലാഖമാരെ, അയാൾ ഒരു സ്വർഗസ്ഥനാണ്.